ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അടപ്രഥമനായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അട കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങും, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അട ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പായസം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 2 ചപ്പാത്തി മാത്രമേ ആവശ്യമുള്ളൂ. ഇതേപോലെ ചപ്പാത്തി വെച്ചിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കുക. അട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റോടെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് വലിയ പാടൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കണം, അത് മാത്രമേ ഒരു പണിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വടയുടെ റെസിപ്പി ആയിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്കൊട്ട് സമയം കളയാണ്ട് തന്നെ നമ്മുടെ പായസം നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചപ്പാത്തീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ചപ്പാത്തി ഒന്നും ആവശ്യമൊന്നുമില്ല, 2 ചപ്പാത്തി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നോക്കിയേ, ഞാൻ ഇത്രയ്ക്ക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മറ്റേ മുഴുവനായിട്ടുള്ള ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വേണം ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദയൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴച്ചിട്ടുണ്ട പോലെ കുഴച്ചിട്ട് പരത്തി ചപ്പാത്തി റെഡിയാക്കാം. ഫസ്റ്റ് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കുമല്ലോ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് നിങ്ങൾ സാധാരണ ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി ആയിരുന്നാലും നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കാം. അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം ആയാലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചപ്പാത്തിക്ക് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയായിട്ട് പരത്തിയിട്ടെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തിയുടെ പോലെ അങ്ങനെ കറക്റ്റ് നല്ല ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ പരത്തിയാൽ അത്രയ്ക്ക് നല്ല ഷേപ്പ് ആവില്ല. കാരണം ഇത് നമ്മൾ ചപ്പാത്തി ആയി കഴിഞ്ഞിട്ട് നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല കനം കുറച്ചിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയേ, നമ്മുടെ ചപ്പാത്തി നല്ല കനം കുറച്ചിട്ട് പരത്തിയിരുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 2 എണ്ണം എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ടിട്ട് ഇത് അങ്ങനെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മൊരിച്ചിട്ട് ഒരു ചെറുതായിട്ട് ഒരു കളർ മാറിയിട്ടല്ലേ എടുക്കേണ്ടത്. അത് അത്രയ്ക്ക് അങ്ങോട്ട് കളർ മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. പിന്നെ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒന്ന് വെന്ത് കിട്ടണം, അത്രയ്ക്ക് ആവശ്യം. കുറേ നേരം ഇട്ടിട്ടാണ് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. 3 വേവിച്ചാൽ മതി. കുറേ നേരം ഇട്ടിട്ട് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറിന് ഇടയ്ക്ക് വരില്ലേ, അത്രയ്ക്ക് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ 2ാമത്തെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചാണ് ചപ്പാത്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ചപ്പാത്തി ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചപ്പാത്തി ആയിരുന്നാലും മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് വേണ്ടത്. ശർക്കര ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് അലിയിച്ചിട്ട് എടുക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ശർക്കര അലിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇതിലേക്ക് 250 ഗ്രാം ശർക്കര ചേർക്കുക. തീ ഓണാക്കട്ടെ. ഈ ശർക്കര വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. എന്നിട്ട് ശർക്കരയിൽ കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ഒന്ന് അലിയിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ആ ശർക്കര അലിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ഇതേപോലത്തെ ഒരു തേങ്ങയാട്ടോ വേണ്ടത്. അപ്പോൾ തേങ്ങ ഞാനൊന്ന് ഉടച്ചിട്ട് ചിരണ്ടി തേങ്ങാപ്പാലെടുക്കട്ടെ. ഇത് നല്ല മൂത്ത തേങ്ങ കേട്ടോ. കടയിൽ നിന്ന് തേങ്ങ വാങ്ങുമ്പോൾ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. നോക്കി ഇതേപോലെ തേങ്ങയുടെ കളർ നല്ല കറുത്ത കളറായിരിക്കണം. നല്ല മൂത്ത തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല നല്ല ഒരു ഡാർക്ക് കളറായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ണിൻ്റെ കളർ വേണ്ട, നല്ല കറുത്ത കണ്ണാണ്. പിന്നെ കണ്ണ് നമ്മളിനി ഞെക്കി നോക്കുകയും വേണം. ചിലത് നമ്മളിനി ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് പൊട്ട തേങ്ങ ആയിരിക്കും കേട്ടോ. അപ്പം നോക്കിയേ, നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1-ാം പാല് നോക്കിയേ ഇത്രയ്ക്കാണ് എടുത്തേക്കുന്നത്. 1-ാം പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ പിഴിഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കുന്ന പാലുണ്ടല്ലോ, ആ പാല്. കാരണം ഈ പാല് നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴായിരുന്നാലും ഇപ്പോൾ നമ്മൾ പായസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 1-ാം പാല് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുള്ളൂ. കാരണം ഈ 1-ാം പാലിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാവും. തേങ്ങാപ്പാൽ വറ്റിച്ചിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറേ നേരമായിട്ട് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ പോലെ വരും. അത് ശരിക്കും പിരിയേണ്ടതല്ല, അതിനകത്ത് ആ വെളിച്ചെണ്ണ തിരിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ 1-ാം പാല് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്
നമ്മൾ എടുത്തേക്കുന്നതാണ് രണ്ടാം പാൽ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ രണ്ടാം പാൽ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കും. അപ്പോൾ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു 3.5 ഗ്ലാസ് തേങ്ങാപ്പാലുണ്ടാവും. ഇതാ ഇതേപോലത്തെ ഗ്ലാസ്സിൽ നമ്മുടെ തേങ്ങാപ്പാലാണ്ട് നീക്കി വയ്ക്കാം. ഇനി നമ്മൾ ചപ്പാത്തി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നോക്കി നമ്മുടെ ചപ്പാത്തി ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ടെടുക്കുക. ഈ ചപ്പാത്തി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നോക്കി നമ്മുടെ ചപ്പാത്തി നോക്കി നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് നോക്കിയാൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പായസം റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയും റെഡി ആയിട്ടുണ്ട്, തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. ഈ പായസത്തിലേക്ക് നമുക്ക് നെയ്യും വേണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് നെയ്യിൽ വറുത്തിട്ടിടാം. അപ്പോൾ ഈ നമ്മൾ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് ഫസ്റ്റ് നമ്മൾ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. കാരണം തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി കൊണ്ട് മൊരിഞ്ഞു പോകും. നമുക്ക് ചപ്പാത്തി മൊരിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാം പാലുണ്ടല്ലോ, ആ രണ്ടാം പാല് ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ ചപ്പാത്തി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടില്ലേ, അത് ചേർക്കാം. കാരണം ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചപ്പാത്തി അത്രയ്ക്കാണ്ട് സോഫ്റ്റ് ആവില്ല. അപ്പോൾ നോക്കിയാൽ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി എന്നാലും ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര പാനി ഉണ്ടല്ലോ, ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ അപ്പം ഈ ശർക്കര ചേർക്കാണ്. അപ്പോൾ നിങ്ങൾ കല്ലുള്ള ശർക്കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ തേങ്ങാപ്പാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പം നമ്മുടെ പായസം കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിങ്ങനെ രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റണം. അപ്പോഴായിരിക്കും നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് പൊന്തി വരുന്നതനുസരിച്ചിട്ട് നിങ്ങളതനുസരിച്ചിട്ട് തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ താനെ ഇരുന്ന് വറ്റിയേ വന്നുള്ളൂ. ഈ പായസത്തിലേക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഏലക്കായ ചേർക്കുക. അതിന് കറക്റ്റ് ഒരു അളവില്ല, നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പായസം അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തീ കുറച്ച് ഇട്ടേക്കായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഇളക്കണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. തീ ഒരുവിധം കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിളച്ച് പോവുകയും ചെയ്യില്ല. ഇതേപോലെ നന്നായിട്ടൊന്ന് കുറുകിയ പോലെ വരണം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് കറക്റ്റ് ഒരു കുടിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി ആവും. അപ്പോൾ നമ്മുടെ ഒന്നാം പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പായസം തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരുന്നത് നല്ല കറുത്ത ശർക്കരയാണല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ പായസത്തിന് ഇങ്ങനത്തെ കളർ വന്നത്. നിങ്ങളിപ്പോൾ ഇതിലും കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ കളർ കുറച്ചുകൂടി ലൈറ്റായിട്ട് വരാം, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. കൂടുതൽ നേരെ ഇട്ടിട്ട് തിളപ്പിക്കരുത്, അപ്പോൾ നമ്മുടെ പായസം പിരിഞ്ഞ പോലെ വരും.
അത് അടയൊക്കെ ആയിരുന്നാലും കണ്ട ഒട്ടും ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയില്ല. ഇത് ഗോതമ്പിൻ്റെ ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. അത് മധുരം ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിലും ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുമ്പോൾ ആ മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അത് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമ്മുടെ പായസത്തിലേക്ക് നെയ്യിൽ ഞാനിവിടെ കശുവണ്ടിയാണ് വറുത്തിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വറുത്തിടാം, അതിന് കുഴപ്പമില്ല. തേങ്ങക്കൊത്തോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ കിസ്മിസോ. നെയ്യ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാരണം പായസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കുറച്ച് നെയ്യ് വേണമല്ലോ, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ കശുവണ്ടിയാണ് ചേർക്കുന്നത്. ഇവിടെ കശുവണ്ടി മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. കരിഞ്ഞു പോരുത് കേട്ടോ. ഇത് പായസത്തിലേക്ക് ചേർക്കട്ടെ. നല്ല മണമാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള പായസം. അപ്പോൾ ഞാൻ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോട്ടെ. അടയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ മറ്റേ സാധാരണ അട വെച്ചിട്ട് ഉണ്ടാക്കണ ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും നമുക്ക്. ഒട്ടും ചപ്പാത്തിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. പായസം ആണെങ്കിലും റെഡി ആക്കിയിട്ട് എടുക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ്. ആ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.